പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 6. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. വയലിലെ ലില്ലികളെ നോക്കുവിൻ. അവ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ലില്ലി പുഷ്പങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു. എന്നാൽ അവയുടെ വെണ്മയും നിർമ്മലതയും സിസ്റ്ററുടെ കോൺവെൻറ്റിലുണ്ടായ പൂക്കളാണ്. നിറയെ പൂക്കൾ. ഇവർ മെയ് മാസത്തിലാണ് വിരിയുക. ഈശോയുടെ അടുത്ത് ഇത്രയും മനോഹരമായിട്ട് അവരിയ്ക്കുകയാണ്. മെയ് മാസത്തിൽ ഞങ്ങളുടെ ഈ പറമ്പ് കോൺവെൻറ്റിൻ്റെ മുഴുവൻ സമയവും മെയ് മാസം മുഴുവനും ഇവരിങ്ങനെ വിരിഞ്ഞിരിക്കും. ഈശോയെ, അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്. ഞങ്ങൾ എത്രയോ ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. ഈ പൂക്കളെ അങ്ങ് എത്രമാത്രം അലങ്കരിക്കുന്നെങ്കിൽ അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും മാത്രം സൃഷ്ടിച്ച ഞങ്ങൾ എത്രയോ വിലപ്പെട്ടവരാണ് അങ്ങേക്ക്. ആമേൻ.